ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 1-ാം അധ്യായം അതിൽ 36-ാമത്തെ ശ്ലോകം വരെടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പഞ്ചമസ്കന്ധേ അഥ പ്രഥമോധ്യായ. രാജോവാച പ്രിയവ്രതോ ഭാഗവതാത്മാ രാമകഥം മുനെ ഗൃഹേ അരമതയന്മൂല കർമ്മബന്ധപരാഭവഃ. നൂനം മുക്തസംഗാനാം താദൃശാനാം ദ്വിജർഷഭ ഗൃഹേഷ്വഭിനിവേശോയം പുംസാം ഭവിതുമർഹതി മഹതാം ഖലു വിപ്രശ്രേ ഉത്തമശ്ലോകപാദയോ ഛായാനിർവൃതചിത്താനാം ന കുടുംബേ സ്പൃഹാമതിഃ. സംശയോയം മഹാൻ ബ്രഹ്മൻ ധാരാകാരസുതാദിഷു സക്തസ്യ യത്സിദ്ധിരഭൂത് കൃഷ്ണേ ച മതിരച്യുതഃ. ശ്രീശുഗോവാച ബാഢമുക്തം ഭഗവത ഉത്തമശ്ലോകസ്യ ശ്രീമച്ചരണാരവിന്ദമകരന്ദരസ ആവേശിതചേതസോ ഭഗവത ഭാഗവതപാരമഹംസദൈതകഥാം കിഞ്ചിദന്തരായ വിഹതാം സ്വാം ശിവതമാം പദവീം ന പ്രായേണ ഹിന്വന്തി. യർഹി വാവഹ രാജൻസ് രാജപുത്രഃ പ്രിയവ്രതഃ പരമഭാഗവതോ നാരദസ്യ ചരണോപസേവയാഞ്ജസാവഗത പരമാർത്ഥസതത്വോ ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണോ അവനിതല പരിപാലനായാം നാദപ്രവരഗുണൈകാന്ത ഭാജനതയാ സ്വപിത്രോപാമന്ത്രിതോ ഭഗവതി വാസുദേവ ഏവാവ്യവധാന സമാധിയോഗേന സമാവേശിത സകലകാരക ക്രിയാകലാപോ നൈവാഭ്യനന്ദദ്യപി തദപ്രത്യാന്നാദവ്യം തദധികരണ ആത്മനോ അന്യസ്മാദസതോപി പരാഭവമന്വീക്ഷമാണഃ. അഥഃ ഭഗവാനാദിദേവ ഏതസ്യ ഗുണവിസർഗസ്യ പരിബൃംഹണാനുധ്യാനവ്യവസിത സകല ജഗദഭിപ്രായ ആത്മയോനിരഖിലനിഗമ നിജഗണപരിവേഷ്ടിത സ്വഭവനാദവദതാര. സ തത്ര തത്ര ഗഗനതല ഉടുപതിരിവ വിമാനാവലിഭിർ അനുപഥമമര പരിവൃഷ്ടൈർ അഭിപൂജ്യമാനഃ പഥി ച വരൂഥശഃ സിദ്ധഗന്ധർവസാധ്യചാരണമുനിഗണൈർ ഉപഗീയമാനോ ഗന്ധമാദനദ്രോണീം അവഭാസയന്നുപസസർപ്പ. തത്ര ഹവാ ഏനം ദേവർഷിർഹംസയാനേന പിതരം ഭഗവന്തം ഹിരണ്യഗർഭമുപലഭമാനഃ സഹസൈവോത്ഥായാർഹണേന സഹ പിതാ പുത്രാഭ്യാമവഹിതാഞ്ജലി ഉപതസ്ഥേ. ഭഗവാനപി ഭാരത തദുപനീതാർഹണഃ സൂക്തവാക്യേനാദിതരാമുദിതഗുണഗണാവതാരസുജയഃ പ്രിയവ്രതമാദിപുരുഷസ്തം സദയഃ സാവലോകൈതിഹോവാച. ശ്രീഭഗവാനുവാച നിബോധതാദേദമൃതം ബ്രവീമി മാസൂയിതും ദേവമർഹസ്യ പ്രമേയം വയം ഭവസ്തേ തത ഏഷ മഹർഷിർ വഹാമ സർവേ വിവശാ യസ്യദിഷ്ടം. ന തസ്യ കശ്ചിത് തപസാ വിദ്യയാ വാ ന യോഗവീര്യേണ മനീഷയാ വാ നൈവാർത്ഥധർമ്മൈഃ പരതസ്വതോ വാ കൃതം വിഹന്തം തനുഭൃദ്വിഭൂയാത് ഭവായ നാശായ ച കർമ്മകർത്തും ശോകായ മോഹായ സദാഭയായ സുഖായ ദുഃഖായ ച ദേഹയോഗമവ്യക്തദിഷ്ടം ജനതാം ഗധത്തെ യദ്വാചിതന്ത്യം ഗുണകർമ്മദാമഭി സുദുസ്തരൈർവത്സവയം സുയോജിതാ. സർവേ വഹാമോ ബലിമീശ്വരായ പ്രോദാനസീവ ദ്വിപദേ ച ദുഷ്പദ. ഈശാഭിസൃഷ്ടം ഹ്യവരുന്ധുമഹേംഗ ഈശാവസൃഷ്ടം ഹ്യവരുന്ധുമഹേംഗ ദുഃഖം സുഖം വാ ഗുണകർമ്മസംഗാത് ആസ്ഥായ തത്യദ്യതയുങ്ക്ത നാഥശ്ചക്ഷുഷ്മദാന്ധാ ഇവ നീയമാനാഃ. മുക്തോപി താവത് വിഭ്രിയാത് സ്വദേഹം ആരബ്ധമസ്നന്നഭിമാനശൂന്യ യഥാനുഭൂതം പ്രതിയാത നിദ്ര കിഞ്ചാന്യദേഹായ ഗുണാന്ന വൃങ്ക്തേ. ഭയം പ്രമത്തസ്യ വനേഷ്വഭിः സ്യാദ് യതഃ സ ആസ്തേ സഹ ഷട്സപത്ന ജിതേന്ദ്രിയസ്യ ആത്മരതേർബുധസ്യ ഗൃഹാശ്രമ കിം नु കരോത്യവദ്യം.
യഷട്സപത്നാൻ വിജിഗീഷമാണോ ഗൃഹേഷു നിർവിശ്യയതേതപൂർവം അത്യേതി ദുർഗാശ്രിത ഊർജിതാരീൻ ക്ഷീണേഷു കാമം വിചരേദ്വിപശ്ചിത് ത്വം ത്വബ്ജനാഭാം ഖ്രിസരോജ കോശദുർഗാശ്രിതോ നിർജിതഷട്സപത്ന ഭുങ്ക്ഷ്വേഹ ഭോഗാൻ പുരുഷാതിദിഷ്ടാൻ വിമുക്തസംഗപ്രകൃതിം ഭജസ്വ. ശ്രീശുകൗവാച ഇതി സമഭിഹിതോ ഹാ ഭാഗവതോ ഭഗവതസ്ത്രിഭുവനഗുരോരനുശാസനം ആത്മനോ ലഘുതയാവനത ശിരോധരോ ബാഢമിതി സ ബഹുമാനമുവാഹ. ഭഗവാനഭിമനുന യഥാവതുപകൽപ്പിതാപചിതി പ്രിയവ്രതനാരദയോർ അവിഷമം അഭിസമീക്ഷമാണയോർ സമവസ്ഥാനം അവാങ്മനസം ക്ഷയമവ്യവഹൃതം പ്രവർത്തയന്നഗമത്. മനുരപി പരേണൈവം പ്രതിസന്ധിതമനോരഥഃ സുരശിവരാനുമതേനാത്മജം അഖിലധരാമണ്ഡലസ്ഥിതിഗുപ്തയ ആസ്ഥാപ്യ സ്വയമതിവിഷമ വിഷയവിഷജലാശയാശായ ഉപരരാമ ഇതിഹവാവസ ജഗതീപതിരീശ്വരേച്ഛയാധി ആധിനിവേശിത കർമാധികാരോ അഖിലജഗൽ ബന്ധധ്വംസനപരാനുഭാവസ്യ ഭഗവത ആദിപുരുഷസ്യാഘ്രിയുഗലാൻ അവരത ധ്യാനാനുഭാവേന പരിരന്ധിതകഷായാശയോവദാതോപി മാനവർദ്ധനോ മഹതാം മഹീതലമനുശാസ. അഥ ച ദുഹിതരം പ്രജാപതിർവിശ്വകർമ്മണ ഉപയേമേ ബർഹിഷ്മതീം നാമ തസ്യാമുഖവാവ ആത്മജാനാത്മസമാനശീലഗുണകർമ്മ രൂപവീര്യ ഔദാര്യോദാരാൻ ദശഭാവയാം ബഭൂവ കന്യാം ച യവീയസീമൂർജസ്വതീം നാമ ആഗ്നിധ്രേധമജിഹ്വ യജ്ഞബാഹും മഹാവീരഹിരണ്യരേതോ ഘൃതപൃഷ്ഠ സവനമേധാതിഥിവീതിഹോത്ര കവയ ഇതി സർവ ഏവാഗ്നിനാമാനഃ. ഏതേഷാം കവിർമഹാവീരഃ സവന ഇതി ത്രയ ആസന്നൂർധ്വരേതസസ്താത്മവിദ്യായാമർഭഭാവാദാ ആരഭ്യ കൃതപരിചയാഃ പാരമഹംസ്യമേവാശ്രമമഭജൻ. തസ്മിന്നുഖവാ ഉപശമശീലാഃ പരമർഷയഃ സകലജീവനികായാവാസസ്യ ഭഗവതോ വാസുദേവസ്യ ഭീതാനാം ശരണഭൂതസ്യ ശ്രീമച്ചരണാരവിന്ദാവിരതസ്മരണാ വിഗളിത പരമഭക്തി യോഗേനാനുഭാവേന പരിഭാവിതാന്തർഹൃദയാധിഗതേ ഭഗവതി സർവേഷാം ഭൂതാനാമാത്മഭൂതേ പ്രത്യഗാത്മന്യേവാത്മനസ്താദാത്മ്യ അവിശേഷേണ സമീയുഃ. അന്യസ്യാമപി ജായായാം ത്രയഃ പുത്ര ആസന്നുത്തമസ്താമസോരൈവത ഇതി മന്വന്തരാധിപതയഃ ഏവമുപശമായനേഷു സ്വതനയേഷ്വഥ ജഗതീപതിർജഗതീമർബുദാന്യേകാദശ പരിവത്സരാണാം അവ്യാഹതാഖില പുരുഷകാരസാരസംഭൃതദോർദണ്ഡയുഗള പീഡിതമൗർവീ ഗുണസ്തനിത വിരമിതധർമ്മ പ്രതിപക്ഷോ ബർഹിഷ്മത്യാശ്ചാനുദിനം ഏധമാനപ്രമാദപ്രസരണയൗഷീണ്യ വ്രീഡാ പ്രമുഷിതഹാസാവലോകരുചിര ക്ഷ്വേള്യാദിഭിः പരാഭൂയമാന വിവേക അവബുദ്ധ്യമാന ഇവ മഹാമന ബുഭുജേ. യാവദവഭാസേതി സുരഗിരിമനുപരിക്രമൻ ഭഗവാനാദിത്യോ വസുധാതലം അർദ്ധേനൈവ പ്രതപത്യർദ്ധേനാവച്ഛാദയതി തദാ ഹി ഭഗവതുപാസനോപജിതാദി പുരുഷപ്രഭാവസ്തദനഭിനന്ദൻ സമജവേന രഥേന ജ്യോതിർമയേന രജനീമപി ദിനം കരിഷ്യാമീതി സപ്തകൃത്വസ്തരണി മനുപര്യക്രാമദ്വിതീയ ഇവ പതംഗഃ. യോ വാ ഉഹ തദ്രഥചരണനേമീകൃത പരിഘാതാസ്തേ സപ്തസിന്ധവാസൻ യതയേവ കൃതാഃ സപ്തഭുവോ ദ്വീപാഃ
ജംബൂപ്ലക്ഷശാത്മലികുശക്രൗഞ്ചശാഖപുഷ്കര സംജ്ഞാഃ തേഷാം പരിമാണം പൂർവസ്മാദുത്തര ഉത്തരോ യഥാസംഖ്യം ദ്വിഗുണമാനേന ബഹിഃ സമന്തത ഉപകൃപ്താഃ ക്ഷാരോദേക്ഷുരസോദസുരോദ ഘൃതോദ ക്ഷീരോദധിമണ്ഡോദ ശുദ്ധോദാ സപ്തജലധയഃ സപ്തദ്വീപപരിഖാ ഇവാഭ്യന്തരദ്വീപസമാനാ ഏകൈകശ്യേന യഥാനുപൂർവം സപ്തസ്വപി ബഹിർദ്വീപേഷു പൃഥക് പരിത ഉപകൽപ്പിതാഃ തേഷു ജംബുവാദിഷു ബർഹിഷ്മതീപതിരനുവ്രതാനാത്മജാനാഗ്നിധ്രേത്മ ജിഹ്വയജ്ഞ ബാഹുഹിരണ്യരേതാഘൃതപൃഷ്ഠ മേധാതിഥിവീതിഹോത്ര സംജ്ഞാൻ യഥാ സംഖ്യേനൈകൈകസ്മിന്നേകമേവാധിപതിം വിദധേ ദുഹിതരം ചോർജസ്വതീം നാമോശനസേ പ്രായച്ഛദ്യസ്യാം ആസീദ്ദേവയാനീ നാമ കാവ്യസുത നൈവം വിധഃ പുരുഷകാര ഉരുക്രമസ്യ പുംസാം തദംഘ്രിരജസാ ജിതഷഡ്ഗുണാനാം ചിത്രം വിദൂരവിഗത സകൃതാദധീത യന്നാമധേയമധുനാ സജഹാദിബന്ധം. സയേവം അപരിമിത ബലപരാക്രമേകദാതു ദേവർഷിചരണാനുശയനാനു പതിത ഗുണവിസർഗ സംസർഗേണാനിർവൃത ഇവാത്മാനം മന്യമാന ആത്മനിർവേദമിതമാഹാം. അടുത്ത ശ്ലോകമാണ് എടുക്കാനുള്ള. അഹോ അടുത്ത 37ാമത്തെ ശ്ലോകം എടുത്തതാണ്. അഹോ അസാധ്വനുഷ്ഠിതം യദഭിനിവേശിതോഹമിന്ദ്രിയൈരവിദ്യാരചിത വിഷമ വിഷയാന്ധകൂപേ തദലമലം അമുഷ്യ വനിതായാ വിനോദമൃഗം മാം ധിക് ധിഗിതി ഗർഹയാം ചകാരാം. എന്നൂടി ചെല്ലാതെ അഹോ അസാധ്വനുഷ്ഠിതം യദഭിനിവേശിതോഹമിന്ദ്രിയൈ അവിദ്യാരചിത വിഷമം വിഷയാന്ധകൂപേ തദലമലമുഷ്യ വനിതായാ വിനോദമൃഗം മാം ധിക് ധിഗിതി ഗർഹയാം ജകാര. ഞാൻ എന്തൊരു കൊള്ളരുതായ്മയാണ് ചെയ്തത് ചോദിക്കണം. ആ വിഷയസുഖങ്ങളാൽ മൂടപ്പെട്ട ആ പൊട്ടക്കിണറ്റിൽ വീണിട്ട് മാത്രമോ ഒരു പെണ്ണിൻ്റെ ആ കളിക്കുരങ്ങായിട്ട് ഇനി എനിക്ക് മതിയായി എന്നിൽ ഞാൻ തന്നെ വീണ്ടും വീണ്ടും പഴിചാരുന്നു എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. പരദേവതാപ്രസാദാധിഗതാത്മപ്രത്യവമർശേനാനുപ്രവൃത്തേഭ്യ പുത്രേഭ്യ ഇമാം യഥാദായം വിഭജ്യ ഭുക്തഭോഗാം ച മഹിഷീം മൃതകമിവ സഹ മഹാവിഭൂതിമപഹായ സ്വയം നിഹിതനിർവേദോ ഹൃദി ഗൃഹീതഹരിവിഹാരാനുഭാവോ ഭഗവതോ നാരദസ്യ പദവീം പുനരേവാനുസസാര. പരദേവതാപ്രസാദാധിഗതാത്മപ്രത്യവമർശേനാനുപ്രവൃത്തേഭ്യ പുത്രേഭ്യ ഇമാം യഥാദായം വിഭജ്യ ഭുക്തഭോഗാം ച മഹിഷീം മൃതകമിവ സഹ മഹാവിഭൂതിമപഹായ സ്വയം നിഹിതനിർവേദോ ഹൃദി ഗൃഹീതഹരിവിഹാരാനുഭാവോ ഭഗവതോ നാരദസ്യ പദവിം പുനരേവാനുസസാരാം. ഇതിൽ തൻ്റെ ആ പരദേവതയായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ കാരുണ്യത്താൽ പരദേവതാ പ്രസാദാത് ആ കാരുണ്യത്താൽ സിദ്ധിച്ചിരിക്കുന്ന അധിഗത ആത്മപ്രത്യവമർശേനാനു ആ സിദ്ധിച്ച ആത്മജ്ഞാനം അത് പ്രയോജനപ്പെടുത്തുമാറ് അവമർശേനാനുപ്രവൃത്തേഭ്യ അത് പ്രയോജനപ്പെടുത്തുമാറ് പുത്രേഭ്യൈമാം യഥാദായം തൻ്റെ സ്വത്തെല്ലാം ആ പുത്രന്മാർക്ക് വിഭജിച്ചു. യഥാദായം വിഭജിച്ചു കൊടുത്തു, തൻ്റെ പുത്രന്മാർക്ക് വിഭജിച്ചു കൊടുത്തു. താൻ വേണ്ടതുപോലെ അനുഭവിച്ചവളായിരിക്കുന്ന വിഭജ്യ ഭുക്തഭോഗാം ച മഹിഷീം താൻ വേണ്ട പോലെ ആ അനുഭവിച്ചവളായിരിക്കുന്ന ഭാര്യയെയും മൃതകമിവ സഹ മഹാവിഭൂതി അപഹായ ഭാര്യയെയും ആ രാജ്യഭാരത്തെയും സഹ മഹാവിഭൂതി അപഹായ അതിനെയൊക്കെ
ത്യജിച്ചു, ആ രാജ്യഭാരത്തെയും. പിന്നെ സ്വയം നിഹിത നിർവേദോ ഹൃദി, മരിച്ചാൽ പിരിയും പോലെ, അവരെയൊക്കെ മരിച്ചാൽ പിരിയും പോലെ ഉപേക്ഷിച്ചു. സമഹാവിഭൂതിമപഹായ സ്വയം നിഹിത നിർവേദോ ഹൃദി ഗൃഹീത ഹരിവിഹാരാനുഭാവോ. അങ്ങനെ ഉപേക്ഷിച്ചിട്ട് അനന്തരം ആ ശ്രീ നാരദ മഹർഷി ഉപദേശിച്ച പ്രകാരം ഹരിവിഹാരാനുഭാവോ ഭഗവതോ നാരദസ്യ പദവിയും, ആ നാരദൻ പറഞ്ഞ ആ നിവൃത്തി മാർഗത്തിലേക്ക് തന്നെ മടങ്ങി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി പറയാം. ദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവകാശം വഴി ലഭിക്കുന്നതെന്നർത്ഥം. അത്ര ദായ ശബ്ദേന യദ്ധനം സാമി സംബന്ധാദേവ നിമിത്താദ് അന്യസ്യ സ്വഭവതി തദുച്യതേ സച ദ്വിവിധ അപ്രതിബന്ധ സ്വപ്രതിബന്ധശ്ച തത്ര പുത്രാണാം പൗത്രാണാം ച പുത്രത്വേന പൗത്രത്വേന ച പിതൃധനം പിതാമഹധനം ച സ്വം ഭവതീത്യപ്രതിബന്ധോദായ. വസ്തുവിൻ്റെ ആ ഉടമസ്ഥനുമായിട്ടുള്ള ബന്ധം കൊണ്ട് ഉണ്ടാകുന്ന അസ്വത്തവകാശമാണ് ദായം എന്ന് പറയുന്നത്. അപ്രതിബന്ധം, സ്വപ്രതിബന്ധം എന്നിങ്ങനെ ദായം രണ്ട് വിധമുണ്ട്. പിതാവ്, പിതാമഹൻ അവരുടെ ധനത്തിന് പുത്രപൗത്രന്മാരുടെ അഭാവത്തിലല്ലാതെ മറ്റാർക്കും അതിൽ അവകാശം ഇല്ല. പക്ഷേ പുത്രപൗത്രന്മാരുടെ അവകാശത്തെ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അതിൽ അവർക്ക് അപ്രതിബന്ധദായം ആണ്. പുത്രപൗത്രന്മാരല്ലാത്തവർക്ക് സ്വപ്രതിബന്ധദായവും. യദി കുര്യാൽ സമാനശംസാൻ പത്ന്യഃ കാര്യാഃ സമാംശികാഃ എന്ന് യാജ്ഞവൽക്യസ്മൃതിയിൽ പറയുന്നുണ്ട്. ജീവിതകാലത്ത് പുത്രന്മാർക്ക് സമമായി വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു വീതം പത്നിക്കും കൊടുക്കണമെന്നർത്ഥം. പ്രിയവ്രതൻ ഇതിനെ അവഗണിച്ചത് പത്നി തന്നെ ഒരു ക്രീഡാമൃഗമായി പരിഗണിച്ചതിനാലാണ്. മാതാവിനെ സംരക്ഷിക്കേണ്ട ചുമതല പുത്രന്മാരിൽ നിക്ഷിപ്തമായിരിക്കയാൽ രക്ഷന്തി സ്ഥവിരേ പുത്രാഹ എന്നുണ്ടാകയാൽ ആ പത്നിയെ അനാഥയാക്കിയെന്ന് വിചാരിക്കരുത്. അവരുടെ ചുമതല പുത്രന്മാർ ഏറ്റെടുത്തു എന്നർത്ഥം. താൻ പറയാതെയും അവർക്കതിൻ്റെ ചുമതലയുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? തൻ്റെ ആ പരദേവതയായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ കാരുണ്യത്താൽ സിദ്ധിച്ച ആത്മജ്ഞാനം പരദേവതാ പ്രസാദ അധിഗത ആത്മപ്രത്യവമർശേനാനു പ്രവൃത്തേഭ്യ, അതിനെ പ്രയോജനപ്പെടുത്തുമാറ് തൻ്റെ എന്തുണ്ടായി? പുത്രേഭ്യ ഇമാം യഥാദായം വിഭജ്യ, തൻ്റെ പുത്രന്മാർക്ക് സ്വത്തെല്ലാം വിഭജിച്ചു കൊടുത്ത് ഭുക്തഭോഗാംച മഹിഷീം, താൻ വേണ്ട പോലെ അനുഭവിച്ചവളായിരിക്കുന്ന ആ ഭാര്യയെയും മഹിഷീം മൃതകമിവ സഹ മഹാവിഭൂതിമപഹായ, രാജ്യഭാരത്തെയും എങ്ങനെ മരിച്ചാൽ പിരിയും പോലെ, മൃതകമിവ മരിച്ചാൽ പിരിയും പോലെ ആ രാജ്യഭാരത്തെയും മൃതകമിവ സഹ മഹാവിഭൂതിമപഹായ, അതിനെയൊക്കെ അവിടെ ഉപേക്ഷിച്ച് അനന്തരം സ്വയം നിഹിത നിർവേദോ, വീണ്ടും ആ നിർവേദനായിട്ട് ആ വിരക്തനായിട്ട് വീണ്ടും നാരദസ്യ പദവിയും ആ നാരദൻ ഉപദേശിച്ച പ്രകാരമുള്ള ആ മാർഗത്തെ പുനരേവാനുസസാര, ആ നിവൃത്തി മാർഗത്തിലേക്ക് തന്നെ അദ്ദേഹം മടങ്ങി വന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഏവം പരദേവതാ പ്രസാദാധിഗതാത്മ പ്രത്യവമർശേന ആണ് ആദ്യത്തെ പദം. അതായത് ആ പരദേവതയുടെ പ്രസാദത്താൽ പ്രാപ്തമായ ആത്മാവിൻ്റെ സാക്ഷാത്കാരത്താൽ പരദേവതാ പ്രസാദാധിഗതാത്മപ്രത്യവമർശേന, പരദേവതയുടെ പ്രസാദത്താൽ, പരദേവതാ പ്രസാദാത് അധിഗതം പ്രാപ്തമായിരിക്കുന്ന ആത്മപ്രത്യവമർശേന, ആത്മാവിൻ്റെ അസാക്ഷാത്കാരത്താൽ സ്വയം നിഹിത നിർവേദ, താനേ തന്നെ അസ്ഥിരമായിരിക്കുന്ന വൈരാഗ്യത്തോടും, നിഹിത നിർവേദം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള വൈരാഗ്യത്തോടും, ഹൃദയത്തിൽ
ഗൃഹീതഹരിവിഹാരാനുഭാവ, ആ ഗ്രഹിക്കപ്പെട്ട ശ്രീഹരിലീലയുടെ മാഹാത്മ്യത്തോടും കൂടിയവനായിട്ട്, അനുപ്രവൃത്തേഭ്യ, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പുത്രേഭ്യ, ആ പുത്രന്മാർക്കായിക്കൊണ്ട് ഇമാം ഇതിനെ യഥാദായം വിഭജ്യ, ആ അവകാശം അനുസരിച്ച് ഭാഗിച്ചിട്ട് ഭുക്തഭോഗാം, ഭുജിക്കപ്പെട്ട ഭോഗത്തോടു കൂടിയ മഹിഷീം ച, പട്ടമഹിഷിയെയും മഹാവിഭൂതിം സഹ, മഹാവിഭൂതിയോടുകൂടി മൃതകം ഇവ, ആ മൃതശരീരത്തെ എന്ന പോലെ അപഹായ, ഉപേക്ഷിച്ചിട്ട് ഭഗവത നാരദസ്യ, ഭഗവാനായിരിക്കുന്ന നാരദരുടെ പദവിയും മാർഗത്തെ പുനഃ ഏവ അനുസസാര, പിന്നെയും അനുസരിച്ചു. ഒന്നുകൂടി പറയാം. പരദേവതാപ്രസാദാധിഗതാത്മപ്രത്യവമർശേന, ആ പരദേവതയുടെ പ്രസാദത്താൽ പ്രാപ്തമായിരിക്കുന്ന ആത്മാവിൻ്റെ സാക്ഷാത്കാരത്താൽ സ്വയം നിഹിത നിർവേദ, താനേ തന്നെ സ്ഥിരമായിരിക്കുന്ന വൈരാഗ്യത്താലും വൈരാഗ്യത്തോടും ഹൃദി, ആ ഹൃദയത്തിൽ ഗൃഹീതഹരിവിഹാരാനുഭാവ, ആ ഗ്രഹിക്കപ്പെട്ട ശ്രീഹരിലീലയുടെ മാഹാത്മ്യത്തോടും കൂടിയവനായിട്ട് അനുപ്രവൃത്തേഭ്യ, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പുത്രേഭ്യ, ആ പുത്രന്മാർക്കായിക്കൊണ്ട് ഇമാം ഇതിനെ യഥാദായം വിഭജ്യ, തൻ്റെ ആ അവകാശത്തെ അവർക്ക് എപ്രകാരമാണോ അവകാശം അവർക്ക് കിട്ടേണ്ടത് അതുപ്രകാരം ഭാഗിച്ചിട്ട് ഭുക്തഭോഗാം, ഭുജിക്കപ്പെട്ട ഭോഗത്തോടു കൂടിയിരിക്കുന്ന മഹിഷീം ച, ആ പട്ടമഹിഷിയെയും മഹാവിഭൂതിം സഹ, മഹാവിഭൂതിയോടുകൂടി സകല അഭൂസത്തോടും കൂടിയിട്ട് മൃതകം ഇവ, മൃതശരീരത്തെ എന്ന പോലെ അപഹായ, ഉപേക്ഷിച്ചിട്ട് ഭഗവതഃ നാരദസ്യ, ഭഗവാനായിരിക്കുന്ന നാരദരുടെ പദവിയും മാർഗത്തെ പുനഃ ഏവ അനുസസാര, പിന്നെയും അതിനെ അനുസരിച്ച് ആ നിവൃത്തി മാർഗത്തിലേക്ക് മടങ്ങി എന്നുള്ളതാണ് പറയുക. ഇപ്രകാരം ആ ആത്മവൃത്തിയെ, വിഷയഭോഗങ്ങളെ അനുഭവിച്ച് ആ രാജ്യപരിപാലനാദികളിൽ ഏർപ്പെട്ടിരിക്കുന്ന സമ്പ്രദായത്തെ തന്നെത്താൻ നിന്ദിച്ച ശേഷം നിരന്തരം ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭഗവാന്റെ പ്രസാദം പരിപൂർണമായിട്ട് ആ ഹൃദയാന്തർഭാഗത്തിൽ പ്രകാശിച്ചപ്പോൾ വിഷയങ്ങൾ ത്യാജ്യങ്ങൾ തന്നെ എന്നുള്ള ആ ദൃഢവൈരാഗ്യം ജനിച്ചു. ശ്രീഹരിയുടെ പരിപൂർണമായിരിക്കുന്ന പ്രസാദം കൊണ്ടല്ലാതെ സംസാരോപരതി സിദ്ധിക്കുകയില്ലെന്നും നിശ്ചയിച്ചു. തൻ്റെ ആ ആജ്ഞയെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന പുത്രന്മാർക്ക് രാജ്യത്തെ വിഭജിച്ചു കൊടുത്തു. ഇതുവരെ സുഖ വിഷയത്വേന അനുഭവിച്ചിരുന്ന ഭാര്യയെയും രാജ്യലക്ഷ്മിയെയും മൃതശരീരത്തെ എന്ന പോലെ ഉപേക്ഷിച്ചു. ജ്ഞാനോപദേശം ചെയ്ത ശ്രീനാരദമുനിയുടെ മാർഗത്തെ തന്നെ രണ്ടാമതും അനുസരിച്ചു. അപ്രകാരം ആ നിവൃത്തി മാർഗത്തിൽ രണ്ടാമതും പ്രവേശിപ്പാൻ ഭഗവത് പ്രസാദം തന്നെ കാരണം എന്നുത്തരം പറഞ്ഞു. അപ്പോൾ പരദേവതാപ്രസാദാത് അധിഗതം ആത്മപ്രത്യവമർശന ഹൃദി സ്വയം നിഹിത നിർവേദ ഗൃഹീതഹരിവിഹാരാനുഭാവ അനുപ്രവൃത്തേഭ്യ പുത്രേഭ്യ ഇമാം യഥാദായം വിഭജ്യ ഭുക്തഭോഗാം മഹിഷീം ച സഹ മഹാവിഭൂതിം മൃതകം ഇവ അപഹായ ഭഗവതഃ നാരദസ്യ പദവീം പുനഃ ഏവ അനുസസാര. തൻ്റെ ഉപാസനാമൂർത്തിയായിരിക്കുന്ന ശ്രീഹരിയുടെ പ്രസാദത്താൽ സിദ്ധിച്ച ആത്മാവബോധത്താൽ മനസ്സിൽ തനിയെ ഉറച്ച ആ വിഷയവൈരാഗ്യത്തോടു കൂടിയവനുമായിട്ട് ഭവിച്ച് അനുവർത്തനശീലരായിരിക്കുന്ന പുത്രന്മാർക്കായിക്കൊണ്ട് ഈ ഭൂമിയെ ആ ദായക്രമം അനുസരിച്ച് പങ്കിട്ട് കൊടുത്ത് തന്നാൽ ആ സുഖം അനുഭവിക്കപ്പെട്ടു കഴിഞ്ഞ ഭാര്യയെയും അതോടൊപ്പം മഹത്തായിരിക്കുന്ന രാജ്യൈശ്വര്യത്തെയും ശംഖം പോലെ പരിത്യജിച്ച് സർവജ്ഞാനനിധിയായിരിക്കുന്ന ശ്രീനാരദൻ്റെ മാർഗത്തെ വീണ്ടും അനുസരിച്ച് ആ നിവൃത്തി മാർഗത്തെ തന്നെ രണ്ടാമതും സ്വീകരിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഈ ശ്ലോകത്തിലത്തെ ആ വ്യാഖ്യാനമാണ് നമുക്ക് നോക്കാനുള്ളത്. ഏവോ വിരക്തോ ഭൂത്വ, ഇപ്രകാരം വിരക്തനായി തീർന്നിട്ട് പുത്രേഭ്യ രാജ്യം വിഭജ്യ, പുത്രന്മാർക്ക് രാജ്യത്തെ വിഭജിച്ചു കൊടുത്ത് മഹിഷീം ച ത്യക്തവ, ആ ഭാര്യയെ ത്യജിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് നാരദോപദിഷ്ടം, നാരദനാൽ ആജ്ഞാപിക്കപ്പെട്ട മാർഗം
ആ മാർഗത്തെ പുനരേവ വീണ്ടും അതിനെ സ്വീചകാര സ്വീകരിച്ചു എന്നുള്ളതാണ്. ഏവം വിരക്തോ ഭൂത്വ ഇപ്രകാരം വിരക്തനായിട്ട് ആ പ്രിയവ്രതൻ പുത്രേഭ്യ രാജ്യം വിഭജ്യ പുത്രന്മാർക്ക് ആ രാജ്യത്തെ വിഭജിച്ചു കൊടുത്ത് മഹിഷീം ച ത്യക്ത്വ ആ ഭാര്യയെ ത്യജിച്ചിട്ട് നാരദോപദിഷ്ടം മാർഗം ആ നാരദൻ്റെ ഉപദേശം പ്രകാരം ലഭിച്ച ആ മാർഗത്തെ പുനരേവ സ്വീചകാര വീണ്ടും അതിനെ സ്വീകരിച്ചു നിർത്താനുള്ളതാണ് വ്യാഖ്യാനം. ഏവം വിരക്തോ ഭൂത്വ പുത്രേഭ്യ രാജ്യം വിഭജ്യ മഹിഷീം ച ത്യക്ത്വ നാരദോപദിഷ്ടം മാർഗം പുനരേവ സ്വീചകാര ഉള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയണത്. അപ്പോൾ അതിലവസാനം തസ്യ ഹവാ ഏതേ ശ്ലോകാ പ്രിയവ്രതൻ്റെ മഹിമയെ വർണ്ണിക്കുന്ന പൂർവശ്ലോകങ്ങൾ ഉള്ളവയെ ഇനി പറയാൻ കേൾക്കുക എന്ന്. പ്രിയവ്രതൻ്റെ മഹിമയെ വർണ്ണിക്കുന്ന ശ്ലോകങ്ങൾ. അപ്പോൾ അതിനകത്തൊരു തസ്യ ഹവാ ഏതേ ശ്ലോകാഹ എന്ന് പറയുന്നുണ്ട്. പ്രിയവ്രതൻ്റെ മഹിമയെ വർണ്ണിക്കുന്ന മറ്റ് ശ്ലോകങ്ങൾ ആണ് അടുത്ത ശ്ലോകത്തിൽ വരാം. 39ാമത്തെ ശ്ലോകത്തിൽ പ്രിയവ്രതകൃതം കർമ്മ കോനു കുര്യാദ് വിനേശ്വരം യോ നേമി നിമ്നൈർ അകരോച്ഛായാം ഘ്നൻ സപ്തവാരിധീൻ. പ്രിയവ്രതകൃതം കർമ്മ കോനു കുര്യാദ് വിനേശ്വരം യോ നേമി നിമ്നൈരകരോച്ഛായാം ഘ്നൻ സപ്തവാരിധി. ആ ഈശ്വരൻ അല്ലാത്ത ആരാണ് ആ പ്രിയവ്രതനാൽ ചെയ്യപ്പെട്ട കർമ്മത്തെ ചെയ്യുന്നത്? പ്രിയവ്രതൻ ചെയ്യുന്ന കർമ്മത്തെ ആ ഈശ്വരന് മാത്രമേ അതേപോലെ ചെയ്യാൻ പറ്റുള്ളൂ. യാതൊരാൾ ആ ഇരുട്ടിനെ അകറ്റിയിട്ട് ആ തേർചക്രങ്ങളാൽ കുഴിക്കപ്പെട്ട ആ 7 സമുദ്രങ്ങളെയും നിർമ്മിച്ചു. ആ പ്രിയവ്രതൻ ആ ഇരുട്ടിനെയൊക്കെ മാറ്റിയിട്ട് സ്വന്തം രഥചക്രങ്ങളെ കൊണ്ട് ആ 7 സമുദ്രങ്ങളെ ആക്കും അതിർത്തിയൊക്കെ അവിടെ നിശ്ചയിച്ചു നിർമ്മിച്ചു എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. നോക്കാം നമുക്ക്. പ്രിയവ്രതകൃതം കർമ്മ പ്രിയവ്രതനാൽ ചെയ്യപ്പെട്ട കർമ്മം കോനു കുര്യാത് ആരാൽ ചെയ്യാൻ പറ്റും? ഭഗവാനല്ലാതെ ആർക്ക്? കുര്യാത് വിനേശ്വരം ഈശ്വരനല്ലാതെ ആർക്കാണ് ചെയ്യാൻ പറ്റുക? യോ നേമി നേ എന്താ അദ്ദേഹം ചെയ്തത്? ചക്രം രഥചക്രത്താൽ നിന്നൈർ അകരോച്ഛായാം ഘ്നൻ സപ്തവാരിധീൻ ആ ഇരുട്ടിനെ അകറ്റിയവനായിട്ട് ആ തേർചക്രങ്ങളാൽ കുഴിക്കപ്പെട്ട ആ സപ്തവാരിധികളെ അവിടെ നിർമ്മിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈശ്വരം വിനാ ഈശ്വരനല്ലാത്ത കഹ നു ആരാണ് പ്രിയവ്രതകൃതം പ്രിയവ്രതനാൽ ചെയ്യപ്പെട്ട കർമ്മത്തെ കുര്യാത് ചെയ്യുന്നത്? ഈശ്വരം വിനാ ഈശ്വരനല്ലാത്ത കഹ നു ആരാണ് പ്രിയവ്രതകൃതം പ്രിയവ്രതനാൽ ചെയ്യപ്പെട്ട ആ കർമ്മത്തെ കുര്യാത് ചെയ്യുന്നത്? യഹ ആ യാതൊരാൾ ഛായാം ഇരുട്ടിനെ ഘ്നൻ അകറ്റിയിട്ട് യഹ ഛായാം ഘ്നൻ യാതൊരാൾ ആ ഇരുട്ടിനെ അകറ്റിയിട്ട് നേമി നിമ്നൈഹി ആ തേർചക്രങ്ങളാൽ കുഴിക്കപ്പെട്ട സപ്തവാരിധീൻ 7 സമുദ്രങ്ങളെ അകരോൽ നിർമ്മിച്ചു. എന്നും കൂടി പറയാം. ഈശ്വരം വിനാ ഈശ്വരനല്ലാത്ത കഹ നു ആരാണ് പ്രിയവ്രതകൃതം പ്രിയവ്രതനാൽ ചെയ്യപ്പെട്ട കർമ്മത്തെ കുര്യാത് ചെയ്യുന്നത്? യഹ യാതൊരാൾ ഛായ ആ ഇരുട്ടിനെ ഘ്നൻ അകറ്റിയിട്ട് യാതൊരാൾ ഇരുട്ടിനെ അകറ്റിയിട്ട് നേമി നിമ്നൈഹി ആ തേർചക്രങ്ങളാൽ കുഴിക്കപ്പെട്ട സപ്തവാരിധീൻ ആ 7 സമുദ്രങ്ങളെ അകരോൽ നിർമ്മിച്ചു. അപ്പോൾ ഈശ്വര കഹ നു പ്രിയവ്രതകൃതം കർമ്മ കുര്യാത് ഈശ്വരനല്ലാതെ ആർക്കാണ് ആ പ്രിയവ്രതനാൽ ചെയ്യപ്പെട്ട കർമ്മം ചെയ്യുന്നത്? യഹ ഛായാം ഘ്നൻ നേമി നിമ്നൈഹി സപ്തവാരിധീൻ അകരോൽ യാതൊരാൾ ആ ഇരുട്ടിനെ അകറ്റിയിട്ട് ആ തേർചക്രങ്ങളാൽ കുഴിക്കപ്പെട്ട ആ 7 സമുദ്രങ്ങളെ
അവിടെ നിർമ്മിച്ചു. പ്രിയവ്രതനെ ശ്ലാഘിച്ചുകൊണ്ട് മഹാന്മാർ ഇപ്രകാരം ഗാനം ചെയ്യുകയാണ്. അദ്ദേഹം രാത്രി പകലാക്കി തൻ്റെ തേർച്ചക്രം കൊണ്ട് 7 സമുദ്രങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഭൂമിയിൽ അതിർത്തി നിർണയം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ യാതൊരുവൻ ഛായാം ഘൃതൻ അന്ധകാരത്തെ നിരസിക്കുന്നവനായിട്ട് നേമി നിമ്നൈഹി ആ ചക്രധാരകൾ നിമിത്തം ഉണ്ടായിട്ടുള്ള ഗർത്തങ്ങളെ കൊണ്ട് സപ്തവാരിധീൻ 7 സമുദ്രങ്ങളെ അകരോൽ നിർമ്മിച്ചുവോ. പ്രിയവ്രതകൃതം കർമ്മ ആ പ്രിയവ്രതനാൽ ചെയ്യപ്പെട്ട പ്രവൃത്തി ഈശ്വരം വിന ഈശ്വരനല്ലാതെ ക അനുകുര്യാൽ ആർ അനുകരിക്കും. എന്നുകൂടി പറയാം. യാതൊരുവൻ ഛായാം ഘൃതൻ അന്ധകാരത്തെ നിരസിക്കുന്നവനായിട്ട് നേമി നിമ്നൈഹി ചക്രധാരകൾ നിമിത്തം ഉണ്ടായിട്ടുള്ള ഗർത്തങ്ങളെ കൊണ്ട് സപ്തവാരിധീൻ 7 സമുദ്രങ്ങളെ അകരോൽ നിർമ്മിച്ചുവോ. പ്രിയവ്രതകൃതം കർമ്മ ആ പ്രിയവ്രതനാൽ ചെയ്യപ്പെട്ട പ്രവൃത്തി ഈശ്വരം വിന ഈശ്വരനല്ലാതെ കഹ അനുകുര്യാൽ ആർ അനുകരിക്കും. യാതൊരുവൻ ആ ഭൂലോകത്തിൽ വ്യാപിച്ചിരിക്കുന്ന ആ അന്ധകാരത്തെ സ്വരഥപ്രഭയാൽ നിരസിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന സമയത്തുണ്ടായ ആ രഥചക്രവേഗത്താൽ ജനിച്ച കുഴികൾ സപ്തസമുദ്രങ്ങളായി ഭവിച്ചിരിക്കുന്നുവോ അപ്രകാരമുള്ള ആ മഹാകർമ്മം ചെയ്യുവാൻ ഈശ്വരനല്ലാതെ മറ്റാർക്കു കഴിയും. പ്രിയവ്രതനിൽ ഈശ്വരൻ സ്വശക്തിയാ പ്രവേശിച്ചിട്ട് ചെയ്ത കർമ്മങ്ങളാണ് ഇവയെന്ന് ആണ് സാരം. അപ്പോൾ ആ പ്രിയവ്രതൻ്റെ മഹിമാതിശയത്തെ കാണിക്കുന്ന ആ സിദ്ധാന്തങ്ങളായ ശ്ലോകങ്ങൾ യഹച്ഛായാം ഘൃതൻ നേമി നിമ്നൈ സപ്തവാരിധീൻ അകരോൽ പ്രിയവ്രതകൃതം കർമ്മ ഈശ്വരം വിനാ ക നുകുര്യാൽ. യാതൊരാൾ ആ ഇരുട്ടകറ്റിക്കൊണ്ട് തൻ്റെ ആ തേർച്ചക്രധാരകൾ വഴിയുണ്ടായിരിക്കുന്ന ആ ആഴ്ന്ന സ്ഥലങ്ങളാൽ 7 കടലുകളെ ഉണ്ടാക്കിയോ. ആ പ്രിയവ്രതനാൽ ചെയ്യപ്പെട്ട ആ പ്രവൃത്തിയെ ഈശ്വരനല്ലാതെ മറ്റാരാണ് ചെയ്യുവാൻ ശക്തനാവുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. പ്രിയവ്രതകൃതം കർമ്മേശ്വരം വിനാ ആ പ്രിയവ്രതനാൽ ചെയ്യപ്പെട്ട കർമ്മം ഈശ്വരനല്ലാതെ അന്യക്ക കുര്യാൽ അന്യർക്ക് ആർക്കാണ് ചെയ്യാൻ പറ്റുന്നത്. പ്രിയവ്രതകൃതം കർമ്മേശ്വരം വിനാന്യ ക കുര്യാൽ യഹ സപ്ത ഈ സപ്തസമുദ്രങ്ങളെ ഭൂതാനാം ഉണ്ടാക്കി സുഖായ ഭൂമിക്ക് സുഖം ഭൂസംസ്ഥാനം ചക്രേ ഭൂസംസ്ഥാനങ്ങളെ അവിടെ ഉണ്ടാക്കിക്കൊടുത്തു എന്നുള്ളതാണ് പറഞ്ഞത്. പ്രിയവ്രതകൃതം കർമ്മേശ്വരം വിനാന്യ ക കുര്യാൽ യഹ ഈ സപ്തസമുദ്രങ്ങളെ ഭൂതാനാം സുഖായ സമുദ്രങ്ങളെ ഉണ്ടാക്കിയിട്ട് സുഖം ആ ഭൂസംസ്ഥാനം സുഖപ്രദമായിരിക്കുന്ന ഭൂസംസ്ഥാനങ്ങളെ അവിടെ ഉണ്ടാക്കി. തൻ്റെ രഥചക്രങ്ങളെ കൊണ്ട് ഉണ്ടാക്കി. പ്രിയവ്രതകൃതം കർമ്മേശ്വരം വിനാന്യ കുര്യാൽ യസ് സപ്തസമുദ്രാൻ ഭൂതാനാം സുഖായ ഭൂസംസ്ഥാനം ചക്രേ എന്നുള്ളതാണ് അതിൻ്റെ ആ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 40-ാമത്തെ ശ്ലോകം. ഭൂസംസ്ഥാനം കൃതം യേന സരിദ്ഗിരിവനാദിഭിഃ സീമാ ച ഭൂതനിർവൃത്यै ദ്വീപേ ദ്വീപേ വിഭാഗശഃ. ഭൂസംസ്ഥാനം കൃതം യേന സരിദ്ഗിരിവനാദിഭിഃ സീമാ ച ഭൂതനിർവൃത്यै ദ്വീപേ ദ്വീപേ വിഭാഗശഃ. അങ്ങനെ യാതൊരാൾ ആ ഭൂമിയിൽ ഭൂതനിർവൃത്തി ആ ഭൂമിയിൽ വസിക്കുന്നവരുടെ ആ സൗകര്യത്തിന് ഭൂതനിർവൃത്തി ഭൂമിയിൽ വസിക്കുന്നവരുടെ സൗകര്യത്തിന് സരിദ്ഗിരിവനാദിഭി നദി കുന്ന് കാട് ഇത്യാദികളാൽ ദ്വീപേ ദ്വീപുകൾ തോറും വിഭാഗശഃ വിഭാഗങ്ങൾ ഉണ്ടാക്കി വെവ്വേറെ ഭൂസംസ്ഥാനം സ്ഥലം അവർ അതുണ്ടാക്കിയിട്ട് സീമാച അതിർത്തി നിർണയവും കൃതം ചെയ്യപ്പെട്ടു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. ഭൂസംസ്ഥാനം കൃതം യേന സരിദ്ഗിരിവനാദിഭി ആ ഭൂസംസ്ഥാനം ഉണ്ടാക്കിയിട്ട് അതിലെ
സരിത്ത്, ഗിരി, സരിത്ത് എന്ന് പറഞ്ഞാൽ നദി, മല, വനം തുടങ്ങിയവയൊക്കെ ഉണ്ടാക്കി സീമാച ഭൂതനിർവൃത്തി, ആ ഭൂതങ്ങൾക്ക് അവരുടെ സൗകര്യത്തിനായിട്ട് അതിന് അതിർത്തി നിർണയം ചെയ്ത് ദ്വീപേ ദ്വീപേ ഓരോ ദ്വീപുകളിലും അതിനെ വിഭാഗം ചെയ്യപ്പെട്ട ആ സൗകര്യത്തിന് അതൊക്കെ ഉണ്ടാക്കി നിർത്തും. ഏന യാതൊരാൾ ഭൂതനിർവൃത്തി ഭൂമിയിൽ വസിക്കുന്നവരുടെ സൗകര്യത്തിനായിട്ട് സരിത് ഗിരിവനാദിഭി നദി, കുന്ന്, കാട് ഇത്യാദികളാൽ ദ്വീപേ ദ്വീപേ ദ്വീപുകൾ തോറും വിഭാഗശഃ വെവ്വേറെ ഭൂസംസ്ഥാനം വാസസ്ഥലവും സീമാച അതിർത്തി നിർണയവും കൃതം ചെയ്യപ്പെട്ടു. അപ്പോൾ ഏന ഭൂതനിർവൃത്യൈ സരിത് ഗിരിവനാദിഭി വിഭാഗശഃ ഭൂസംസ്ഥാനം സീമാ ച കൃതം. ഒന്നുകൂടി പറയാം. ഏന ഭൂതനിർവൃത്യൈ സരിത് ഗിരിവനാദിഭി ദ്വീപേ ദ്വീപേ വിഭാഗശഃ ഭൂസംസ്ഥാനം സീമാ കൃതം. യാതൊരാൾ ആ ഭൂമിയിൽ വസിക്കുന്നവരുടെ സൗകര്യത്തിനായിക്കൊണ്ട് നദി, കുന്ന്, കാട് ഇത്യാദികളാൽ ആ ദ്വീപുകൾ തോറും വെവ്വേറെ ആ വാസസ്ഥലവും അതിർത്തി നിർണയവും ചെയ്യപ്പെട്ടു. ആ ഭൂമിയിൽ അങ്ങനെ തൻ്റെ തേർച്ചക്രം കൊണ്ട് 7 സമുദ്രങ്ങളുണ്ടാക്കി ഭൂമിയിൽ അതിർത്തി നിർണയം ചെയ്തു. ഓരോ ദ്വീപിലും നദികൾ, വനങ്ങൾ മുതലായവയുള്ളതിനാൽ ജീവജാലങ്ങൾക്ക് ഉപജീവന മാർഗമുണ്ടാക്കി. ജീവജാലങ്ങൾക്ക് മാർഗമുണ്ടാക്കി എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം യേന ഭൂസംസ്ഥാനം കൃത്വാ ദ്വീപേ ദ്വീപേ സരിത് ഗിരിവനാദിഭി ഭൂതനിർവൃത്യൈ വിഭാഗശഃ സീമാച കൃത. യാതൊരു ആ പ്രിയവ്രതനാൽ ആ ഭൂമിയിൽ വ്യത്യസ്ത വാസസ്ഥലം ഉണ്ടാക്കപ്പെട്ടു. ഓരോ ദ്വീപിലും പുഴകൾ, മലകൾ, കാടുകൾ മുതലായവയാൽ ഭൂതലവാസികളുടെ ജീവിത സൗകര്യത്തിനായിട്ട് വേറെ വേറെ അതിർത്തിയും കൽപ്പിക്കുകയുണ്ടായി എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനത്തിൽ പാതാള സ്വർഗമർത്യലോകാനാം വൈഭവം നിരയതുല്യം മത്വാ സാധുപ്രിയ പുനർഭഗവതോ ഭക്തിം ചകാര. അല്ല, അതിന് പ്രിയവ്രതകൃതേ കർമ്മേശ്വരം വിനാ അന്യ കക്കുര്യാൽ. ആർക്കാ ചെയ്യാൻ പറ്റുക? ഏ സപ്തസമുദ്രാൻ, ഈ സപ്തസമുദ്രങ്ങളിലും ഭൂതാനാം സുഖായ, ആ ഭൂതങ്ങൾക്ക് സുഖത്തിനായിക്കൊണ്ട് ആ ഭൂസംസ്ഥാനം ഇപ്രകാരം വനം, ഗിരി, കുന്ന്, വനം, പർവ്വതം, കുന്ന് ഒക്കെ തുടങ്ങിയിട്ടുള്ള ആ വിഭാഗങ്ങളെ കൊണ്ട് ആ ദ്വീപുകളിലൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി തീർത്തു. അത്രയാ 40-ാം ഇത് ഒന്നിച്ച് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ശ്ലോകം പ്രിയവ്രതകൃതം കർമ്മേശ്വരം വിനാന്യ കുര്യാ യഹ സപ്തസമുദ്രാൻ ഭൂതാനാം സുഖായ ഭൂസംസ്ഥാനം ച ചക്രേ. അത്രേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 41-ാമത്തെ ശ്ലോകം. ഭൗമം ദിവ്യം മാനുഷം ജഹിത്വം കർമ്മയോഗജം യശ്ചക്രേ നിരയൗപമ്യം പുരുഷാനുജനപ്രിയ. ഭൗമം ദിവ്യം മാനുഷം ജ മഹിത്വം കർമ്മയോഗജം യശ്ചക്രേ നിരയൗപമ്യം പുരുഷാനുജനപ്രിയ. യാതൊരാൾ ആ പുരുഷാനുജനപ്രിയ, ആ ഭഗവാന്റെ അനുയായികളോട് പ്രിയമുള്ളവനാകയാൽ, പുരുഷാനുജനപ്രിയ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ ജനങ്ങളിൽ പ്രിയമുള്ളവനാകയാൽ, ഭഗവാന്റെ അനുയായികളിൽ പ്രിയമുള്ളവനാകയാൽ, ഭൗമം ആ പാതാളത്തിലും സ്വർഗത്തിലും മനുഷ്യലോകത്തും ഉള്ള ആ കർമ്മയോഗത്തിൽ നിന്നും ഉണ്ടാവുന്ന ആ യോഗ്യത, ആ നരകതുല്യം എന്ന് കരുതി ആണ് ഭൗമം ദിവ്യം മാനുഷം. അതായത് ആ പാതാളത്തിലും സ്വർഗത്തിലും മനുഷ്യലോകത്തും ഉള്ള ആ കർമ്മയോഗജം, ആ കർമ്മത്തിൽ നിന്നുമുണ്ടാവുന്ന യോഗ്യത, നിരയൗപമ്യം, നിരയൗപമ്യം എന്ന് പറഞ്ഞാൽ നരകതുല്യം തന്നെ എന്ന് കരുതിയിട്ട് ആണ് ഇതിനെയൊക്കെ അവിടെ ഉപേക്ഷിക്കുന്നത്. യാതൊരാൾ പുരുഷ അനുജനപ്രിയ, ആ ഭഗവാന്റെ അനുയായികളോട് പ്രിയമുള്ളവനാകയാൽ, ഭൗമം പാതാളത്തിലും ദിവ്യം സ്വർഗത്തിലും മാനുഷം ച മനുഷ്യലോകത്തുമുള്ള കർമ്മയോഗജം, കർമ്മയോഗത്തിൽ നിന്നുമുണ്ടാവുന്ന മഹിത്വം, യോഗ്യത, നിരയൗപമ്യം
നരകതുല്യം എന്ന് കരുതി. പ്രിയവ്രതനെ പറയുകയാണ്, അദ്ദേഹം എന്ത് ചെയ്തു, ഭൂമിയിൽ അതിർത്തി നിർണയം ചെയ്തിട്ട് ഓരോ ദ്വീപിലും നദികൾ, വനങ്ങൾ മുതലായുള്ളതിനാൽ ജീവജാലങ്ങൾക്ക് ഉപജീവനമാർഗം ഉണ്ടാക്കി. ഭാഗവതോത്തമന്മാർക്ക് പ്രിയങ്കരനായിരിക്കുന്ന അദ്ദേഹം അധോലോകങ്ങൾ, ഭൂമി, ഊർധ്വലോകങ്ങൾ ഇവിടെയെല്ലാം ലഭ്യമാകുന്ന കർമ്മസംബന്ധികളായ ആ സുഖാനുഭൂതികളെപ്പോലും നരകത്തിനോട് തുല്യമെന്ന് കരുതി. അദ്ദേഹം എന്നിട്ടാണ് ആ വൈരാഗ്യം വന്ന് പോണത്. നരകത്തിനോട് തുല്യമെന്ന് കരുതി പരിത്യജിച്ചു, അതിനെയൊക്കെ അദ്ദേഹം ത്യജിച്ചു. എന്നിട്ട് ഈശ്വരനല്ലാതെ സാധാരണക്കാർക്ക് ഈ പറയുന്ന അവസ്ഥ ഈശ്വരനല്ലാതെ മറ്റാർക്കും അങ്ങനെ ചെയ്യാനുള്ള ആ ഒരു മനസ്ഥിതി, ഈശ്വരനല്ലാതെ സാധാരണക്കാർക്ക് ഇതെല്ലാം സാധ്യമാണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതാണ് അപ്പോൾ യാതൊരാൾ ആ ജനപ്രിയ ആ ഭഗവാന്റെ അനുയായികളോട് പ്രിയമുള്ളവനാകിയാൽ ഭൗമം പാതാളത്തിലും ദിവ്യം സ്വർഗത്തിലും മാനുഷം മനുഷ്യലോകത്തുമുള്ള കർമ്മയോഗത്തിൽ നിന്നുണ്ടാകുന്ന മഹിത്വം, യോഗ്യത, നിരയൗപമ്യം നരകതുല്യമാണെന്ന് ചക്രേ കരുതി എന്നുള്ളതാണ് പറയുന്നത്. യഹ പുരുഷാനുജനപ്രിയ ഭൗമം ദിവ്യം മാനുഷം ച കർമ്മയോഗജം മഹിത്വം നിരയൗപമ്യം ചക്രേ. അത് നരകതുല്യമാണ് ഇവിടെ നിന്നുണ്ടാകുന്ന ആ സുഖദുഃഖങ്ങൾ അദ്ദേഹം നല്ലപോലെ മനസ്സിൽ കരുതി. യാതൊരാൾ പുരുഷാനുജനപ്രിയ ഭൗമം ദിവ്യം മാനുഷം ച കർമ്മയോഗജം മഹിത്വം നിരയൗപമ്യം ചക്രേ. യാതൊരാൾ ആ ഭഗവാന്റെ അനുയായികളോട് പ്രിയമുള്ളവനാകയാൽ പാതാളത്തിലും സ്വർഗത്തിലും മനുഷ്യലോകത്തുമുള്ള ആ കർമ്മയോഗത്തിൽ നിന്നുമുണ്ടാകുന്ന യോഗ്യത നരകതുല്യമാണെന്ന് കരുതി. പുരുഷാനുജനപ്രിയ ഈശ്വരഭക്തന്മാരിൽ പ്രിയത്തോടു കൂടിയിരിക്കുന്ന യാതൊരുവൻ ഭൗമം പാതാളത്തിലുള്ളതും ദിവ്യം സ്വർഗത്തിലുള്ളതും മാനുഷം മനുഷ്യലോകത്തിലുള്ളതും യോഗജം ആ യോഗത്തിൽ നിന്നും ജനിച്ചതായിരിക്കുന്ന മഹിത്വം ആ കർമ്മ മഹിമയേറിയ ആ കർമ്മത്തെയും നിരയൗപമ്യം നരകതുല്യമായിട്ട് ചക്രേ ചെയ്തുവോ എന്നുകൂടി പറയാം. പുരുഷാനുജനപ്രിയ ആ ഈശ്വരഭക്തന്മാരിൽ പ്രിയത്തോടു കൂടിയിരിക്കുന്ന യാതൊരുവൻ ഭൗമം പാതാളത്തിലുള്ളതും ദിവ്യം സ്വർഗത്തിലുള്ളതും മാനുഷം മനുഷ്യലോകത്തിലുള്ളതും യോഗജം യോഗത്തിൽ നിന്ന് ജനിച്ചതും ആയിരിക്കുന്ന മഹിത്വം ആ കർമ്മം മഹിമയേറിയ ആ കർമ്മത്തെയും നിരയൗപമ്യം നരകതുല്യമായിട്ട് ചക്രേ ചെയ്തുവോ. അപ്പോൾ ആ യാതൊരുവൻ ആ ഭഗവത് ഭക്തജന സംസർഗം നിമിത്തം സിദ്ധിച്ച വിവേകത്താൽ യോഗശക്തി നിമിത്തം സിദ്ധിച്ച മാഹാത്മ്യമേറിയിരിക്കുന്ന കർമ്മത്തെയും പാതാളത്തിലും സ്വർഗത്തിലും മനുഷ്യലോകത്തിലുമുള്ള സർവഭോഗങ്ങളെയും നരകതുല്യമായിട്ട് വിചാരിച്ചുവോ ആ പ്രിയവ്രതൻ്റെ കർമ്മങ്ങളെ അനുകരിപ്പാനുള്ള ശക്തി മനുഷ്യലോകത്തിൽ ഉള്ള ഒരുവനും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഈ അവസാനത്തെ ശ്ലോകത്തിൽ, ഈ അധ്യായത്തിലെ അവസാനത്തെ 41-ാമത്തെ ശ്ലോകത്തിൽ പറയണം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പഞ്ചമസ്കന്ധേ. അപ്പം ഇത് പുരുഷാനുജനപ്രിയ യഹ ഭൗമം ദിവ്യം മാനുഷം ച കർമ്മയോഗജം മഹിത്വം നിരയൗപമ്യം ചക്രേ. ഭഗവത് ഭക്തന്മാരാവുന്ന ആ ഇഷ്ടജനങ്ങളോടുകൂടിയ യാതൊരു ഈ പ്രിയവ്രതൻ ആ ഭൂമിയുടെ അധോലോകത്തിലുള്ളതും ഊർധ്വലോകത്തിലുള്ളതും മനുഷ്യലോകത്തിലും ഉള്ളതായിട്ട് ഉണ്ടാവുന്ന കർമ്മയോഗ സംജാതമായ സർവഭോഗത്തെയും നരകതുല്യമായിട്ട് കരുതി എന്നാണ് ഇവിടെ പറയണം. നരകതുല്യമായിട്ട് കരുതി. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ പറഞ്ഞ എന്താണെന്ന് നോക്കാം. പാതാള സ്വർഗം മർത്യലോകാനാം, പാതാളത്തിലും സ്വർഗത്തിലും മർത്യലോകത്തിലും ഉള്ള വൈഭവം, ആ വൈഭവങ്ങളെ നിരയതുല്യം നരകതുല്യം മത്വ നരകതുല്യമായിട്ട് മാനിച്ച് സാധുപ്രിയ ആ സാധുപ്രിയനായിരിക്കുന്ന പ്രിയവ്രതൻ, അതായത് ഭക്തരോട് പ്രിയത്വമുള്ള ഭഗവാനെ അനുസരിക്കുന്നവരോട് പ്രിയത്വം ഉള്ള സാധുപ്രിയ പുനർഭഗവത വീണ്ടും ആ ഭഗവാന്റെ ഭക്തിം ചകാര ഭക്തിയെ ചെയ്തു. പാതാളസ്വർഗമർത്യലോകാനാം വൈഭവം,
പാതാള സ്വർഗമർത്യലോകത്തിലുള്ള വൈഭവങ്ങളെ നിരയതുല്യം നരകതുല്യമായിട്ട് മത്വ മാനിച്ച് സാധുപ്രിയ ഭക്തന്മാരിൽ പ്രിയത്വം കാണുന്ന ആ പ്രിയവ്രതൻ ഭഗവതോ വീണ്ടും ആ ഭഗവാന്റെ ഭക്തിയെ ചകാര ഭക്തിം ചകാര. പോലത്തെ വ്യാഖ്യാനം വന്നിട്ട് പാതാള സ്വർഗമർത്യലോകാനാം വൈഭവം നിരയതുല്യം മത്വാ സാധുപ്രിയ പുനർഭഗവതോ ഭക്തിം ചകാര എന്ന് പറഞ്ഞിട്ടാണ് ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പഞ്ചമസ്കന്ധേ സ്വരൂപസ്ഥിതി പ്രകരണേ പ്രിയവ്രതസ്യൈശ്വര്യസ്യ വീര്യ നിരൂപണം നാമ പ്രഥമോധ്യായഃ. സത്യം പരം ധീമഹി. ശ്രീരാധാകൃഷ്ണാഭ്യാം നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീഹരേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇങ്ങനെ ആ 41 ശ്ലോകങ്ങളുള്ള ആ പഞ്ചമസ്കന്ധം 1-ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നാളെ അതിൻ്റെ സമർപ്പണം, പിന്നെ അതിൻ്റെ സംഗ്രഹം, പിന്നെ അതിൻ്റെ അവലോകനങ്ങൾ, മറ്റുള്ള ആശയങ്ങൾ ഒക്കെ പറഞ്ഞ് നമുക്ക് അടുത്ത അധ്യായം വീണ്ടും ആരംഭിക്കാം. എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് തെറ്റുകളില്ലാതെ വായിക്കാനും പദങ്ങളെ ഗദ്യമാകുന്ന ഭാഗത്തിലെ ആ പദങ്ങളെ പ്രത്യേകം വായിച്ച് പഠിച്ച് അതിൻ്റെ അർത്ഥം അറിയുവാനും ശ്രമിക്കണം. ഹരേ കൃഷ്ണ.